വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ നിധി സ്കോളർഷിപ്പ് വിതരണം ചെയ്ത് പോപ്പുലർ മെഗാ മോട്ടോഴ്സ്. കേരളത്തിൽ 26 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പോപ്പുലർ മെഗാ മോട്ടോഴ്സ് 1 ലക്ഷം വാഹനങ്ങൾ നിരത്തിലിറക്കിയതിന്റെ ആഘോഷവേളയിലാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഡ്രൈവേഴ്സിന്റെ കുട്ടികൾക്ക് തുടർ പഠനത്തിനായി സ്കോളർഷിപ്പ് നൽകിയത്. ചടങ്ങിൽ നോർത്ത് പറവൂർ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എൻ, കളമശ്ശേരി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷാദ് എ.കെ, 37ാം വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാർ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ 26 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ വിദ്യാഭ്യാസ നിധി സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് കളമശ്ശേരി ഏഞ്ചൽ മേരി സ്ക്വയറിൽ വെച്ച് നടത്തിയത്. 1 ലക്ഷം വാഹനങ്ങൾ നിരത്തിലിറക്കിയതിന്റെ ആഘോഷവേളയിലാണ് പോപ്പുലർ മെഗാ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഡ്രൈവേഴ്സിന്റെ കുട്ടികൾക്ക് തുടർ പഠനത്തിനായി സ്കോളർഷിപ്പ് നൽകിയത്. പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തുകൊണ്ട് നോർത്ത് പറവൂർ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ വിനോദ് കുമാരൻ, കളമശ്ശേരി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷാദ് എ.കെ, 37ാം വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാർ എന്നിവർ സംസാരിച്ചു. ഒരു സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഒരു സാധാരണഗതിയിൽ ഏറ്റവും അടുത്തുള്ള സർക്കാർ ഇതര സ്ഥാപനങ്ങളിലേക്കും മറ്റുള്ളവർക്കും വേണ്ടി വിനിയോഗിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് വാഹനം മേടിച്ച അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പണിയെടുക്കുന്ന ഇവിടുത്തെ സ്റ്റാഫിന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായ ഈ പോപ്പുലർ മോട്ടോഴ്സിന്റെ സ്റ്റാഫ് അംഗങ്ങൾക്ക് ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇതുപോലുള്ള ഒരു ഷോറൂമിൽ നിന്നും ഓരോ വാഹനം പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു സെയിൽ നടക്കുമ്പോഴാണ് ഈ ഒരു സ്ഥാപനം ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് വളരുന്നത്. അതിന് സഹായമാവുന്നത് തീർച്ചയായിട്ടും ഈ വാഹനം ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവേഴ്സുമാണ്. ആ ഡ്രൈവേഴ്സിൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ മക്കളെ ഈ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സ് ഏറ്റവും അഭിനന്ദനാർഹമാണ്. തീർച്ചയായിട്ടും ഈ 25 വർഷം കഴിയുമ്പോൾ 52ഓളം വിദ്യാർത്ഥികളെ ഈ സ്കോളർഷിപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തുമ്പോൾ ഈ 52 എന്നുള്ളത് 100ഉം 150ഉം അതിന് മേളിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള സ്കോളർഷിപ്പ് നൽകുവാനും വിദ്യാർത്ഥികൾക്കൊരു സഹായമായിട്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനും സഹായമാകട്ടെ, അതിനുള്ളൊരു അംഗീകാരം കിട്ടട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ടെക്നോളജി ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 2173 എംപ്ലോയീസ് ആണ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലുള്ളൂ. 1,69,00,000 വണ്ടികളുടെ കാര്യം എങ്ങനെ നോക്കും? ഒന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള ടെക്നോളജി, നൂതന സാങ്കേതിക വിദ്യകളൊക്കെ യൂസ് ചെയ്തത്. ഇതിനു വേണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് വരെയുണ്ട്. ഇവിടെ വരാൻ സാധിച്ചാലും ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ മേടിച്ച് കുട്ടികൾ പോകുന്നത് കാണാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട്. നാളെയും നിങ്ങളുടെ ഈ കഴിവ് മറ്റുള്ള വിഷയങ്ങളിലേക്കും കൂടി വ്യാപിപ്പിച്ച് നല്ലൊരു റോഡ് ഉപഭോക്താവായി നിങ്ങൾ റോഡിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുകയും നല്ല രീതിയിൽ നടന്ന് നല്ലൊരു റോഡ് സംസ്കാരത്തിന് ഉടമകളാകട്ടെ നിങ്ങളെല്ലാവരും എന്ന് ആശംസിച്ചുകൊണ്ട് പോപ്പുലർ മെഗാ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു ദിവസം നമുക്ക് വളരെ അഭിമാനവും സന്തോഷവും നിറഞ്ഞൊരു മൂമെന്റാണ്. മറ്റൊന്നുമല്ല, പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ കസ്റ്റമേഴ്സിന് കൂടുതൽ പോപ്പുലർ എന്നും ഉണ്ട് എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. 220 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്നും ഈ സ്കോളർഷിപ്പിന് അർഹരായിരിക്കുന്നത്. പോപ്പുലർ മെഗാ മോട്ടോഴ്സ് വൈസ് പ്രസിഡന്റ് ജ്യോതിഷം, AGM മനോജ് ജി, HR സിഞ്ചു ജോർജ്, സീനിയർ സർവീസ് മാനേജർ ബിനീഷ് ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കളമശ്ശേരി.